പാർട്ടി സഖാക്കൾക്ക് ഇനി തലയിൽ മുണ്ടിടാതെ അമ്പലങ്ങളിൽ പോകാം. മൂകാംബികയിലും മുത്തപ്പൻകാവിലും പോകാൻ ഇനി പാർട്ടി നടപടി ഭയക്കേണ്ടതില്ല. കറുപ്പെടുത്ത് ധൈര്യമായി ശബരിമല ദർശനം നടത്താം. തീർന്നില്ല, നാട്ടിലെ ഉത്സവ കമ്മിറ്റികളിൽ സജീവ സാന്നിധ്യമാവുകയുമാകാം. ഇതിനെല്ലാമുള്ള പച്ചക്കൊടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വീശിയിരിക്കുന്നത്. വൈകി ഉദിച്ച ഈ നയം മാറ്റത്തിന് എന്താണ് അടിസ്ഥാന കാരണം? ഉത്തരം തേടി അധികമൊന്നും അലയേണ്ടതില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതം തന്നെ പ്രധാന കാരണം. എക്കാലത്തും CPM ശക്തികേന്ദ്രങ്ങളായിരുന്ന ഹൈന്ദവ മേഖലകളിൽ നിന്ന് അത്രയധികം കടുത്ത തിരിച്ചടിയാണ് ഇക്കുറി CPM-ന് നേരിടേണ്ടി വന്നത്. വിശ്വാസി സമൂഹത്തിൽ നിന്നുമുള്ള ആ വോട്ട് ചോർച്ചയാകട്ടെ ഫലത്തിൽ BJP-യുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. വീട്ടിൽ മുത്തപ്പന് വെള്ളാട്ടം കഴിച്ചതിലും ശബരിമലയിൽ ദർശനം നടത്തിയതിനുമെല്ലാം പാർട്ടി അംഗങ്ങൾക്ക് നടപടി നേരിടേണ്ടി വന്നു എന്ന മട്ടിലുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ BJP-യും കോൺഗ്രസും മത്സരിച്ചാണ് മുൻകാലങ്ങളിൽ CPM-നെതിരെ ഉയർത്തിയത്. കൂടാതെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചതോടെ ആചാര ലംഘനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് CPM എന്ന പ്രചരണം ഹൈന്ദവ സംഘടനകൾ ശക്തമാക്കുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പൂമൂടൽ വിവാദം ഉയർന്നതെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പതിവ് പോലെ BJP ആയുധമാക്കിയത് വ്യക്തമായ ലക്ഷ്യങ്ങളോടെ തന്നെയായിരുന്നു. വിശ്വാസികളിൽ അത് വൈകാരിക ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ വിധത്തിൽ അമിതമായ ന്യൂനപക്ഷ വിധേയത്വവും ഹൈന്ദവ വിഭാഗങ്ങളോടുള്ള അവഗണനയുമാണ് സമീപകാലത്തെ CPM നേതൃത്വത്തിനുള്ളതെന്ന പ്രചരണം ഇടത് അനുഭാവികളിൽ വരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടകളിൽ നിന്നുവരെ BJP-ക്ക് അനുകൂലമായി വൻതോതിൽ വോട്ട് ചോരാൻ പ്രധാന കാരണവും ഇതുതന്നെയാണ്. വിശ്വാസ വിഷയങ്ങളിലടക്കം CPM കൈക്കൊണ്ടത് ഇരട്ടത്താപ്പാണെന്ന പൊതുവികാരം പാർട്ടി അണികളിൽ വരെ ശക്തമാണ്. അപ്പോൾ സാധാരണക്കാരായ ഇടത് അനുഭാവികളുടെ കാര്യമോ? മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശ്വാസ വിഷയങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും ഉദാര മനോഭാവത്തോടെ ഇടപെട്ടിരുന്ന CPM ഹൈന്ദവ വിശ്വാസികളുടെ കാര്യം വരുമ്പോൾ സമീപനങ്ങൾ കർക്കശമാക്കുന്നു എന്ന വികാരം വളരെയധികം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നത് കാണാതിരിക്കാനാവില്ല. ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്നതിലും ക്ഷേത്ര ദർശനം നടത്തുന്നതിലുമെല്ലാം അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ പാർട്ടി മെമ്പർമാർ നേരിടുന്നുണ്ട്. ഇതേക്കുറിച്ച് അടുത്ത കാലം വരെ കാര്യമായ പ്രതികരണങ്ങൾ അംഗങ്ങൾ നടത്താറില്ലായിരുന്നുവെന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറി മറിയുകയാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമായി. കാൽച്ചുവട്ടിൽ നിന്നും വൻതോതിൽ മണ്ണൊലിച്ചു പോവുകയാണെന്ന വസ്തുത അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങുകയും ചെയ്തു. തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി ജയിച്ചത് ഹൈന്ദവ വോട്ടുകളിലെ ഏകീകരണം വഴിയാണ്. ഹൈന്ദവ വോട്ടുകൾക്ക് മുൻതൂക്കമുള്ള തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും അതുവഴി തന്നെയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തകർപ്പൻ പ്രകടനത്തിന് പിന്നിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം തന്നെയായിരുന്നു പ്രധാന കാരണം. ഹൈന്ദവ താൽപര്യങ്ങളെ ഇടതുപക്ഷം അവഗണിക്കുകയാണെന്ന BJP-യുടെ പ്രചരണം വൈകാരികമായി ഹൈന്ദവ സമൂഹം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഈ വിധം കാഴ്ചകൾ നൽകുന്ന സൂചന. CPM നേതൃത്വം ഇപ്പോൾ അത് അംഗീകരിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJP-ക്ക് ജയസാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് LDF UDF മുന്നണികളെ ഞെട്ടിച്ചിട്ടുമുണ്ട്. പിടിവാശികളും വരട്ട് തത്വശാസ്ത്രങ്ങളും ഉയർത്തിയിരുന്നതിനാൽ പതനം അതിവേഗത്തിലാകുമെന്ന തിരിച്ചറിവ് ഇരു മുന്നണികൾക്കും കൈവന്നത് ഈ സാഹചര്യത്തിലാണ്. പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുഖം മിനുക്കുന്നതിന്റെ ഭാഗമായി ഹൈന്ദവ വിശ്വാസ വിഷയത്തിൽ ഉദാര സമീപനം കൈക്കൊള്ളാൻ CPM തയ്യാറായത് ഈ സാഹചര്യത്തിലാണ്. അതാത് നാടുകളിലെ ക്ഷേത്ര കാര്യങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ വിട്ടുനിൽക്കരുതെന്നും പാർട്ടി അനുഭാവികൾ ക്ഷേത്ര കാര്യങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നും അതുവഴി വിശ്വാസികളെ പാർട്ടിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തണമെന്നുമാണ് CPM കീഴ്ഘടകങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിലാണ് സംസ്ഥാന സെക്രട്ടറി ഈ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. സാമുദായിക വികാരങ്ങളും വർഗീയ ചിന്താഗതികളും ഉയർത്തി മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയൂവെന്ന് CPM-ന് പോലും അംഗീകരിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ വിധം വിലയിരുത്തലുകൾ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്.